ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ ക്രാഫ്റ്റ് ഐഡിയാസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹെയർ ബോയിൽ റിബൺ ചുറ്റാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഹെയർ ബോ എടുത്തിട്ടുണ്ട്. മെറ്റൽ ബോ ആണ് കേട്ടോ. അപ്പോൾ ഇതിലാണ് നമ്മളിന്ന് ഈ ഒരു റിബൺ ചുറ്റി കാണിക്കുന്നത്. അപ്പോൾ ഏറ്റവും വീതി കുറഞ്ഞിട്ടുള്ള റിബണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ചുറ്റാനായിട്ട്. അപ്പോൾ ഗ്ലൂ ഇവിടെ എടുത്തിട്ടുള്ളത് B7000ൻ്റെ ഗ്ലൂ ആണ് കേട്ടോ. അപ്പോൾ ഗ്ലൂ ഗണ്ണും വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ ഇതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. ഈ ഒരു ഗ്ലൂ ആണ് നമുക്ക് ചുറ്റാനായിട്ട് നല്ലത്. അപ്പോൾ ഇതേപോലത്തെ രണ്ട് ചെറിയ പീസുകൾ ആ ഒരു റിബണിൽ നിന്ന് കട്ട് ചെയ്തിട്ട് അറ്റ കുരുക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ടാണ്. ഇതേപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നീറ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. രണ്ട് സൈഡിലും ഇതേപോലെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഏറ്റവും എളുപ്പത്തിലുള്ളൊരു മെത്തേഡ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഗ്ലൂ ചെയ്ത് ഫിക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോണതാണ്. അപ്പോൾ നമുക്കുള്ള ഫസ്റ്റത്തെ മെത്തേഡ് കാണാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു ബോർഡ് അറ്റത്തായിട്ട് രണ്ട് സൈഡിലും ഗ്ലൂ ചെയ്യാം കേട്ടോ. അത് ഇതേപോലെ രണ്ട് സൈഡിലും ഗ്ലൂ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പീസിനെ ഇതേപോലെ ഒട്ടിച്ചെടുക്കണം കേട്ടോ. ഇതേപോലെ തന്നെ മറ്റേ വശവും അതേപോലെ തന്നെ ചെയ്യുക. അപ്പുറത്തെ സൈഡും അതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഇപ്പം രണ്ട് പീസും ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റിബൺ ഈ ഒരു പോലെ ചുറ്റിയെടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പം ഈ ഒരു ഭാഗത്ത് ഗ്ലൂ ചെയ്തിട്ട് നമ്മൾ റിബണിനെ വെച്ച് കൊടുക്കണം. അപ്പോൾ റിബണിൻ്റെ അറ്റം നമ്മൾ ലൈറ്റർ വെച്ചിട്ട് ഉരുക്കി എടുക്കണം കേട്ടോ. ഇതേപോലെ ഗ്ലൂ ചെയ്യുക. എന്നിട്ട് റിബൺ ഇതുപോലെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു ബോല് ചുറ്റിയെടുക്കാനായിട്ട് പോവാണ്. അപ്പം നമ്മൾ കുറച്ച് ഒന്ന് സാവധാനം ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്പീഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര നീറ്റായിട്ട് കിട്ടില്ല. അപ്പോൾ സാവധാനം ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആകുമ്പോൾ നമുക്ക് സ്പീഡിലൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ സ്പീഡ് കുറച്ച് പതുക്കെ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചുറ്റി കൊടുക്കുമ്പോൾ ഇതേപോലെ ചരിച്ചിട്ട് വേണം ചുറ്റിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പം ഇതേപോലെ നമ്മൾ ആ ഒരു വിരൽ വെച്ചിട്ട് ആ ഒരു ഭാഗത്ത് പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് വേണം നമ്മൾ ഓരോ ചുറ്റും കൊടുക്കാനായിട്ട്. കണ്ടില്ലേ, ഓരോ ചുറ്റി എടുക്കുമ്പോഴും നമ്മളിതുപോലെ വിരൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ചുറ്റിയെടുക്കുന്നത്. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. ഇപ്പം ലൂസാവാതെ നല്ല ടൈറ്റായിട്ട് വേണം ചുറ്റാനായിട്ട്. അപ്പോൾ ലൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഞൊറിവ് പോലെ വരും കേട്ടോ. അപ്പോൾ അത് അത്ര വൃത്തി ഉണ്ടാവില്ല കാണാനായിട്ട്. അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടണമെങ്കിൽ ഇതേപോലെ ടൈറ്റിൽ പിടിച്ചിട്ട് വേണം, നല്ലതുപോലെ വലിച്ചു കൊടുത്തിട്ട് വേണം ചുറ്റാനായിട്ട്. അതേപോലെ ആ ഒരു ഭാഗത്ത് വിരൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതേപോലെ കണ്ടില്ലേ, വിരൽ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ഇതുപോലെ ചുറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, സാറ്റിൻ കവേർഡ് ആയിട്ടുള്ള ബോ നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ബോ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതോടൊപ്പം തന്നെ ഇതുപോലെ റിബൺ ചുറ്റാനായിട്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വളരെ പതുക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ഇതുപോലെ പതുക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നീറ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ഇത് ചുറ്റുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിതൊന്ന് ലൂസായി, ഈ റിബൺ ഒന്ന് ലൂസായി നമുക്കൊന്ന് അഴിക്കണം എന്ന് വിചാരിച്ചാൽ നമുക്കത് പറ്റില്ല കേട്ടോ. കാരണം ഗ്ലൂ ഗണ്ണ് പെട്ടെന്ന് ഫിക്സ് ആവുന്നൊരു ഗ്ലൂ ആയതുകൊണ്ട് തന്നെ നമുക്കത് അഴിച്ചെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ഒരു ഗ്ലൂ ആണെങ്കിൽ നമുക്കൊന്ന് ലൂസായി തോന്നി ഒന്ന് അഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് പിന്നെയും ചുറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചുകൂടെ നല്ലത് ഈ ഒരു ഗ്ലൂ ആണെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ചെയ്ത് പ്രാക്ടീസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണ് വെച്ച് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഗ്ലൂ ഗണ്ണ് ചെയ്യുമ്പോഴൊരു പ്രശ്നം. അപ്പോൾ ഇതേപോലെ ഫുള്ള് ഇതുപോലെ ചരിച്ചിട്ട് ചുറ്റിയെടുക്കാം കേട്ടോ. അപ്പം ഇടയിൽ ഞൊറിവുകളൊന്നും വരാതെ, അതായത് ലൂസായി പോകുമ്പോഴാണ് ആ ഒരു ഞൊറിവ് വരിക. അപ്പോൾ നല്ല ടൈറ്റിൽ പിടിച്ചിട്ട് ചുറ്റി കൊടുക്കാം. പിന്നെ ഇത്രയും ഭാഗം കൂടെ നമുക്ക് കവർ ചെയ്തെടുക്കണം. ഇനി ഈ ഒരു പോർഷനും കൂടെ നമുക്ക് കവർ ചെയ്തെടുക്കണം കേട്ടോ.
അപ്പോൾ ഇടയിലിടയിലായിട്ട് ഈ ഒരു B7000 ഗ്ലൂ വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇടയിലിടയിൽ ഗ്ലൂ ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. നമ്മളിതിൻ്റെ എൻഡിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം എൻഡിലേക്ക് എത്തുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആക്കി കൊണ്ടുവരാം കേട്ടോ. നമ്മൾ ആദ്യം നേരെ ഒട്ടിച്ചിട്ട് പിന്നെ ചരിച്ചിട്ടല്ലേ കൊണ്ടുവന്നത്, അതുപോലെ തന്നെ നമ്മൾ ചരിച്ച് കൊണ്ടുവന്നിട്ട് ഒന്ന് സ്ട്രെയിറ്റ് ആക്കുക, നേരെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഒരളവ് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം, അത് കാണിക്കുന്നുണ്ട് വീഡിയോയിൽ കേട്ടോ. ഇനി ഏകദേശം ആ ഒരു ബോർഡ് വിഡ്ത്ത് ഉണ്ടല്ലോ അത് നോക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം റിബണ്. എന്നിട്ട് അറ്റം ലൈറ്റർ വെച്ചിട്ട് ഉരുക്കിയെടുക്കാം കേട്ടോ. നമ്മൾ ആ ഒരു ബോയിലേക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഈ ഒരു ഭാഗത്ത് ഗ്ലൂ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു റിബണിൻ്റെ അറ്റം ഉണ്ടല്ലോ, ആ ഒരു അറ്റം ബോയിനെയും കാട്ടിയും കവിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ, കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗം ഒന്നില്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് ലൈറ്റർ വെച്ച് ഉരുക്കിയെടുക്കാം, അല്ലെങ്കിൽ ആ ഒരു ഭാഗം വരെ ആ ഒരു ബോർഡ് വീതി വരെ നമുക്ക് ലൈറ്റർ കൊണ്ട് ഉരുക്കിയിട്ട് ആ ഒരു വീതിക്ക് അനുസരിച്ചിട്ട് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാൻ ഒരു അലിഗേറ്റർ ക്ലിപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്, അതൊന്ന് കറക്റ്റ് ഫിക്സ് ആവാനായിട്ടാണ്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും ഈ ഒരു B7000 ഗ്ലൂ ഫിക്സ് ആവാനായിട്ട് കേട്ടോ. അതുകൊണ്ടാണ് ഒരു അലിഗേറ്റർ ക്ലിപ്പ് അവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി സെക്കൻഡ് മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിലുള്ള ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാനായിട്ട് നമുക്ക് ഗ്ലൂ ഗണ്ണ് പറ്റില്ല കേട്ടോ. ഗ്ലൂ ഗണ്ണ് വെച്ച് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അത് അത്ര വൃത്തി ഉണ്ടാവില്ല, ഒട്ടും ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്, ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്ലൂ തന്നെ വേണം, B7000 ഗ്ലൂ തന്നെ വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു റിബൺ ഉണ്ടല്ലോ അതിൻ്റെ അറ്റം ലൈറ്റർ വെച്ച് ഉരുക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒട്ടിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ തിക്നെസ് ആണ് കാണിച്ചു തരുന്നത് കേട്ടോ. ഈ റിബണിൻ്റെ വീതിയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോനേക്കാളും കുറച്ചുകൂടെ കൂടുതലായിട്ടാണുള്ളത്. അപ്പോൾ ഒരുപാട് കൂടുതലായി അത്ര ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്. ഒന്നിലേൽ ഈ ഒരു ബോൻ്റെ അതേ വീതിയിലുള്ള റിബൺ, അല്ലെങ്കിൽ ഒരു പൊടിക്ക് കൂടിയിട്ടുള്ള റിബൺ കേട്ടോ. അപ്പോൾ അതായിരിക്കും അതിന് നല്ല സ്യൂട്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ, ആദ്യത്തെ മെത്തേഡിൽ കാണിച്ച പോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഗ്ലൂ ചെയ്യുക, എന്നിട്ട് റിബണിനെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ റിബൺ കട്ട് ചെയ്യുന്നില്ല, രണ്ട് സൈഡിലും ഗ്ലൂ ചെയ്തിട്ട് ആ ഒരു റിബണിനെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഫിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഇതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനി ഈ ഒരു ബോൾ ഫുള്ളായിട്ട് ഗ്ലൂ ചെയ്തിട്ട് വേണം നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനിയുള്ള ഭാഗങ്ങളിൽ നമ്മൾ ഗ്ലൂ ചെയ്യുമ്പോൾ കുറച്ച് മാത്രം ഗ്ലൂ ചെയ്യാം കേട്ടോ. കുറച്ച് ഗ്ലൂ ചെയ്തിട്ട് അതൊന്ന് പരത്തി കൊടുത്തിട്ട് വേണം നമ്മൾ ഒട്ടിച്ചെടുക്കാനായിട്ട്. ഒരുപാട് ഗ്ലൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതത്ര ഫിനിഷിങ്ങിൽ വരില്ല കേട്ടോ, നനഞ്ഞ പോലെ ഒരു ഫീലാവും. അതുകൊണ്ട് കുറച്ച് മാത്രം ഗ്ലൂ ചെയ്യുക. അറ്റത്തില്ലേ ഹെയർ ബോർഡ് രണ്ട് അറ്റങ്ങളിൽ മാത്രം അത്യാവശ്യം നല്ലതുപോലെ ഗ്ലൂ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സാറ്റിൻ റിബണ് പകരമായിട്ട്, അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് നമ്മൾ ഈ ഒരു ബോൾ ചുറ്റുന്നത് സാറ്റിൻ റിബൺ ആണെങ്കിലാണ് നമുക്ക് ഗ്ലൂ ഗൺ വെച്ച് ചെയ്യാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഈ സാറ്റിൻ റിബണ് പകരം നമ്മൾ ഗ്രോസ് ഗ്രെയിൻ റിബൺ ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം, അതിന് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് ഇത്ര ഫിനിഷിങ്ങിൽ വരും. അപ്പോൾ ഈ ഒരു സാറ്റിൻ റിബൺ ആയത് കാരണമാണ് നമുക്ക് ഈ ഒരു മെത്തേഡിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്യാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ ഇത് ഗ്രോസ് ഗ്രെയിൻ റിബൺ അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു മെറ്റീരിയൽ ആണല്ലോ, അപ്പോൾ അത് അത്ര കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഈ ഒരു സാറ്റിൻ റിബൺ ഒരു തിന്നായിട്ടുള്ള നൈസായിട്ടുള്ള മെറ്റീരിയൽ ആയത് കാരണം അത് ഇങ്ങനെ ഒരു വൃത്തി ഉണ്ടാവില്ല കാണാൻ. ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. അത് അത്ര ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഗ്ലൂ വെച്ചിട്ട് ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ അറ്റം നമുക്ക് ഈ ഒരു ബോയിലേക്ക് മടക്കി ഒട്ടിക്കാനുള്ള പാകത്തിനുള്ള ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. എന്നിട്ട് അറ്റം ലൈറ്റർ വെച്ച് ഉരുക്കിയിട്ട്
ബാക്കിയുള്ള ഈ ഒരു പോർഷൻ ഇതേപോലെ ഗ്ലൂ ചെയ്തിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അറ്റങ്ങളിൽ നല്ലതുപോലെ ഗ്ലൂ ചെയ്തിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇത് സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇതായിരിക്കും കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ ഒരു നനഞ്ഞ പോലത്തെ ഒരു ഫീല്, അത് ഗ്ലൂ കൂടിപ്പോയിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ കുറച്ച് ഗ്ലൂ മാത്രം ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അവിടെ കുറച്ച് ഗ്ലൂ കൂടിപ്പോയത് കാരണമാണ് അവിടെ ഒരു നനഞ്ഞ പോലെ നിൽക്കുന്നത് കേട്ടോ. ബാക്കി കുഴപ്പമില്ല, രണ്ട് പോയി അത്യാവശ്യം നല്ല ഭംഗിയിൽ ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ.